നമസ്കാരം. VMTV ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2025 മാർച്ച് 5 മുതൽ മാർച്ച് 14 വരെയാണ്. പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13-നാണ്. ഇതിന്റെ പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. 2025 ആറ്റുകാലമ്മയുടെ പൊങ്കാല മഹോത്സവവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഇതുവരെ എത്തി നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിനും ഇനി എന്തെങ്കിലും രീതിയിൽ വിട്ടുപോയിട്ടുള്ളതായിട്ട് സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ വക നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ലെവലിൽ, സർക്കാർ ലെവലിൽ തുടങ്ങിയിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവറുകൾ, അഡ്വക്കേറ്റ് GR അനിൽ അവറുകൾ, ദേവസ്വം ബോർഡ് മിനിസ്റ്റർ BN വാസവൻ അവറുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർ, മേയർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒന്നിൽ കൂടുതൽ 2-3 അവലോകന യോഗങ്ങൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ ട്രസ്റ്റിനും ബാക്കി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഏകദേശം 138 ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നേരത്തെ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി 3-ാം തീയതി ആവുന്നതോടുകൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലെത്തുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അവലോകനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നത് മാർച്ച് 5-ാം തീയതി രാവിലെ 10 മണിക്ക് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടുകൂടി ആരംഭിക്കുകയും 13-ാം തീയതി രാവിലെ 10:15-ന് പൊങ്കാല അടുപ്പിൽ, ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല അടുപ്പിൽ തീ പകരുകയും ഉച്ചയ്ക്ക് ശേഷം 1:15-ന് നിവേദ്യം അർപ്പിക്കുകയും 13-ാം തീയതി ദേവിയെ പുറത്തെഴുന്നള്ളും. അതിനുശേഷം 14-ാം തീയതി കുരുതി സമർപ്പണത്തോടുകൂടി ഉത്സവം അവസാനിക്കുക എന്നുള്ളതാണ് ക്രമീകരണങ്ങളുള്ളത്. ഈ വർഷം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് എല്ലാവിധ സൗകര്യങ്ങളും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത് കടകൾ, അതായത് ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഇത്തവണ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരവും കോർപ്പറേഷൻ്റെ നിർദ്ദേശപ്രകാരവും ലൈസൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ക്ഷേത്ര പരിസരത്ത് വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ അനുവാദം ഇത്തവണ ഉള്ളൂ. അതുമാത്രമല്ല, അന്നദാനം ചെയ്യുന്നത് സാമൂഹ്യ സംഘടനകളുടെ അന്നദാനം, ബാക്കി റെസിഡൻസ് അസോസിയേഷൻ്റെ ആഹാരം ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്, ഇവ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കാലാകാലങ്ങളിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ ഉത്സവത്തിൻ്റെ 10 ദിവസവും പരിശോധന ഉണ്ടായിരിക്കുമെന്നാണ് അറിയിച്ചത്. ഇതുകൂടാതെ തന്നെ ശുചിത്വ മിഷൻ പൂർണ്ണമായ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട കളക്ടർ നൽകിയിട്ടുണ്ട്. ശുചിത്വ പൊങ്കാല, പുണ്യം പൊങ്കാല എന്നൊരു മാസ് ക്യാമ്പയിൻ ശുചിത്വ മിഷൻ്റെ കീഴിൽ നടക്കുന്നുണ്ട്. അവരുടെ പ്രധാനമായിട്ടും അവർക്കുള്ളത് പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക, ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന വസ്തുക്കൾ അങ്ങനെയുള്ളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സഹകരണം ആ ഒരു കാര്യത്തിൽ വേണ്ടിവരും. എങ്കിലേ ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ ഈ വിവരം അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. പൊങ്കാലയിട്ട് ഭക്തജനങ്ങൾ പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്നെ ഭക്തജനങ്ങൾക്ക് വെള്ളവും ആഹാരം കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതും ഇത്തവണ കഴിയുന്നതും കുറയ്ക്കണമെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്തവണ വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടുള്ളത് പൊങ്കാല വെള്ളയമ്പലം മുതൽ തെക്കാട്
ഹോസ്പിറ്റൽ വരെയുള്ള ഹൈടെക് റോഡിൻ്റെ ഇരുവശവും ടൈല് കിടക്കുന്നുണ്ട്. പൊങ്കാല ഇടുന്നവർ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കോർപ്പറേഷൻ്റെ ഒരു അഭ്യർത്ഥന വന്നിട്ടുണ്ട്. എന്തുമാത്രം അത് ഭക്തജനങ്ങൾ അതനുസരിച്ച് രണ്ട് സൈഡിലുള്ള പാത്ത് വേയിലുള്ള ടൈലുകൾ കേടുവരാത്ത രീതിയിൽ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള നിർദ്ദേശം ട്രസ്റ്റിൽ നിന്നും ഇവർക്ക് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ പൊങ്കാലയുടെ ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. നമുക്കിവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഇൻട്രാഓറൽ ക്യാമറ. ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റിന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അതർ ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോണ്ടിക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ്. സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും. രാവിലെ 9:30 മുതൽ രാത്രി 8 മണിവരെയാണ് പരിശോധനാ സമയം. കൂടുതൽ വിശദവിവരങ്ങൾക്ക് 9605 395695 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.